بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا عليه لما يحب ربنا ويرضى. اللهم صل وسلم وبارك على محمد عبدك ورسولك كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. അപ്പോൾ സൂറത്തുർ റഹ്മാൻ പേജ് നമ്പർ 539 531 വയസ്സായി കന്നഡ മിസ്സില്ലേ. പേജ് നമ്പർ 531 സൂറത്തുർ റഹ്മാൻ. ഒരായത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകതയാണത്. അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് വലുവന്ന മാഫിൽ അർളി മിൻ ശജറത്തിൻ അഫ്ലാമുൻ വൽബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. ഭൂമിയിലെ മുഴുവൻ മരങ്ങളും പേനകളും 7 സമുദ്രങ്ങളും മഷിയും ആ 7 സമുദ്രങ്ങളും പിന്നീട് 7 ഇരട്ടി ആയാൽ പോലും ആ മഷി പറ്റുകയല്ലാതെ പേന തീർന്നു പോവുകയല്ലാതെ മാനഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാക്കുകൾ വിശദീകരിക്കാൻ സാധിക്കുകയില്ല, അത് തീർന്നു പോവില്ല. അപ്പൊ അതാർക്കും ആലോചിക്കുമ്പോഴേ നമ്മളൊക്കെ എത്ര പിന്നിലാന്ന് ആലോചിച്ചു നോക്കാണ് അല്ലേ. അള്ളാഹിന്റെ വാക്കുകളിൽ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവേ, നിങ്ങളത് നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ അറിവ് അത്രമാത്രം കുറവാണ്. അപ്പൊ കൂടുതൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർ-റഹ്മാൻ ഒന്ന് ഓതി വെക്കുക അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار. ശരി, എത്ര മതി. അർ-റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു. എന്താണ് അതിൻ്റെ താല്പര്യമെന്ന് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറയുകയും ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിനപ്പുറം നിങ്ങളത് ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ പഠിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ പുലർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായ നിഅമത്തുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ സൂറത്ത് ഇബ്രാഹിമിൽ ഒരുപാട് നിഅമത്തുകൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയും, വആതാകും മിൻ കുല്ലി മാ സഅൽതുഹു. എന്തൊക്കെയാണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചത്, ആ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ അത്രയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചതൊക്കെ കൂടെ കിട്ടിയിട്ടുണ്ടാവില്ല,
ചോദിച്ച കാര്യങ്ങൾ കിട്ടിയെങ്കിലും അത് വിചാരിച്ച രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ മിൻകുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതെല്ലാം എന്നല്ല, നിങ്ങൾ ചോദിച്ചതിൽ നിന്നെല്ലാം. നമ്മൾ ദീർഘായുസ് ചോദിക്കുന്നു, അള്ളാഹു നമുക്കൊരായുസ് നിശ്ചയിച്ചിരിക്കുന്നു. അത്ര കാലത്തേക്ക് നമുക്ക് അവൻ ആയുസ് നൽകും. നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം അല്ല. അള്ളാഹുവിനോട് നമ്മൾ രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തീരുമാനിച്ച രൂപത്തിൽ ആ രോഗം ശമനമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ദുനിയാവിലും പരലോകത്തിലും ഹൈറായി വരുന്നത് എന്നത് വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, അക്കാര്യങ്ങൾ അള്ളാഹുവിനാണ് അറിയുക, നിങ്ങൾക്കല്ല മുഅ്മിനീങ്ങളെ എന്നല്ല പറഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് എന്തെല്ലാമാണെന്ന് അള്ളാഹുവിനറിയാം, അതെല്ലാം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി, നിങ്ങൾക്ക് ലഭ്യമായ നിഅമത്തുകൾ ഏതൊക്കെയാണ് എത്രയൊക്കെയാണെന്ന് നിങ്ങൾ എണ്ണാൻ തീരുമാനിച്ചാൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അങ്ങനെ നൽകപ്പെട്ട നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ട് ആയുസ്സാണ്, ആരോഗ്യമാണ്, സമ്പത്താണ്, മക്കളാണ്, പണമാണ്, ഉദ്യോഗമാണ്, പ്രതാപമാണ്, അധികാരമാണ്, നല്ല വീടാണ്, നല്ല വാഹനമാണ്. അങ്ങനെ 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 നമ്മുടെ മക്കളെ പ്രായമാകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടില്ലാതെ കല്യാണം കഴിച്ചു വിടാനുള്ള തൗഫീഖ് ഉണ്ടായതാണ്. മക്കൾക്കൊക്കെ നല്ല കുടുംബങ്ങളിൽ നിന്ന് ഭാര്യമാരെ കിട്ടിയതാണ്. പേരക്കുട്ടികളൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം എല്ലാവർക്കും സമയത്ത് മക്കളുണ്ടായതാണ് എന്നതൊക്കെ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. കണ്ണിന് കാഴ്ച ശക്തി നൽകപ്പെട്ടതാണ്, കേൾവി ശക്തി, അങ്ങനെ വേറെ മേഖലകൾ ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതൊന്നുമല്ല. ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലമൽ ഖുർആൻ. അല്ലമൽ ഖുർആൻ, നമ്മളെ അവൻ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ആ ഖുർആനിലൂടെയാണ് നമ്മൾ തൗഹീദ് കേട്ടത്, അല്ലേ? തൗഹീദ് മനസ്സിലാക്കിയത്, ശിർക്കിന്റെ അപകടം തിരിച്ചറിഞ്ഞത്, സുന്നത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്, ബിദ്അത്തുകൾ കൊണ്ടുള്ള അപകടങ്ങൾ മനസ്സിലാക്കിയത്, സൽസ്വഭാവങ്ങൾ പഠിച്ചത്, ദുസ്വഭാവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി വേറിട്ട് നിൽക്കാൻ സാധിച്ചത്, ഇങ്ങനെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും നിഅമത്തുകൾ നിറച്ചു വെച്ച മഹാത്ഭുതം ആണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ അനുയായികളായി മാറാൻ സാധിച്ചു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, അല്ലേ? കാരണം ഭൗതികമായി നമുക്ക് നൽകപ്പെട്ട എല്ലാ നിഅമത്തുകളും ഏത് നിമിഷത്തിലും ഇല്ലാതെയാവാം. കട്ടൻ ചായയുടെ കല ഒന്ന് തിളച്ചെടുത്തുനിന്ന് സ്റ്റൗമെന്നൊന്ന് ചെരിഞ്ഞാൽ നമ്മളെ സൗന്ദര്യം പോയില്ലേ? നടക്കണോടത്തൊന്ന് മെല്ലെ നമ്മളെ വീട്ടിന്റെ തറയിൽ മെല്ലെ ഒന്ന് കാല് തെന്നിയാൽ നടക്കാനുള്ള ശേഷി പോയി, അല്ലേ? അങ്ങനെ ദുനിയവിയായ നിഅമത്തുകളെല്ലാം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഏത് നിമിഷവും ഇല്ലാതെയാകും. ഇതെല്ലാം കൂടി ഒന്നിച്ചില്ലാതെയാകുന്ന മറ്റൊരു നിമിഷവുമുണ്ട്, പിന്നെ മൗത്ത്, അല്ലേ? മരണം. അപ്പൊ ഈ നിലക്കാത്ത നിഅമത്തായി ജീവിതത്തിലും മരണത്തിലും മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ടാകുന്ന, നമ്മുടെ രക്ഷയായി, സൗഭാഗ്യമായി, വഴികാട്ടിയായി, വഴിവിളക്കായി, വെളിച്ചമായി, പാപമോചനമായി, സതുപദേശമായി നമ്മുടെ കൂടെയുണ്ടാകുന്ന മഹത്തായ നിഅമത്ത്. മരണാനന്തരമുള്ള ചോദ്യത്തിൽ നിന്ന് ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒന്ന് ഖുർആൻ പഠിച്ചുവോ ഇല്ലയോ എന്നതാണ്. അത് ഞാൻ പഠിച്ചിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നവരാണ്
ബർസഖിയായ ലോകത്ത് വിജയമുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വിചാരണ വേളയിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന ചോദ്യത്തിന് അബ്ശിറൂ യാ ഉമ്മത്തൽ ഖുർആൻ, ഖുർആനിന്റെ അനുയായികളായി മാറാൻ സാധിക്കുക ആണ്, അത് നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ഒന്നുമില്ലാത്ത രക്ഷയില്ലാത്ത ഒരു നാളിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്ന സമയത്ത് ഖുർആൻ നമ്മുടെ കൂടെ കൂടി നമുക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നമ്മുടെ സമുദായവും സമൂഹവും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ അധപ്പതനങ്ങളിൽ നിന്ന് നമ്മളെ നേരായ വഴിയിൽ നിലനിർത്തുവാനുള്ള പ്രചോദനമായി ഊർജമായി നമ്മോടൊപ്പം ഉള്ളത് ആരാണ്? വിശുദ്ധ ഖുർആനാണ് അല്ലേ? എല്ലാവിധ അസാൻമാർഗികതകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ വേറിട്ട് നിർത്തുന്ന മാറ്റി നിർത്തുന്ന ഘടകം വഴികാട്ടി ഖുർആനാകും. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിലോ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് മുഴുവൻ മാനവർക്കുമുള്ള വഴികാട്ടിയാണ്. വിശ്വാസി സമൂഹത്തിന് സത്യാസത്യങ്ങളെ, ധർമാധർമ്മങ്ങളെ, നീതി അനീതികളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡവുമാകുന്നു വിശുദ്ധ ഖുർആൻ അല്ലേ? ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും എന്നതിന് നേർക്കാഴ്ച ഖുർആൻ അംഗീകരിക്കാത്ത ആളുകൾ ഇന്ന് എവിടെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളത് എന്നതാണ്. ഖുർആൻ കയ്യിലുണ്ടായിട്ടും അത് കൃത്യമായി മനസ്സിലാക്കാത്ത നമ്മുടെ സഹോദരങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന്റെ രീതിയും ശാസ്ത്രവും സ്വഭാവവും ആചാരമര്യാദകളുമാണ് ഖുർആൻ ഉൾക്കൊണ്ടവരെയും ഉൾക്കൊള്ളാത്തവരെയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള മാർഗം. അപ്പോൾ നമ്മൾ ഇന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആദ്യം പറഞ്ഞത് ഹുദൽ ലിന്നാസ്. ഖുർആനിൽ മുഴുവൻ മനുഷ്യർക്കുമുള്ള വഴികാട്ടിയാണ് ഖുർആൻ. വഴിയുണ്ട്, വെളിച്ചമുണ്ട്, വിളക്കുണ്ട്. പക്ഷെ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? അത് വേറൊരു ഹുദയാണ്. ഹുദൽ ലിൽ മുത്തഖീൻ. അള്ളാഹുവെ ഭയപ്പെട്ട് സൂക്ഷിച്ച് വിനയത്തോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്നതിന്റെ സൂക്ഷ്മമായ വിശകലനങ്ങൾ ഖുർആനിലുണ്ട്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. ഈ മനുഷ്യരെ നാം ഇതാ നിങ്ങൾക്കൊരു സതുപദേശം തന്നുവിട്ടിരിക്കുന്നു. ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഉപദേശം ഇതാ. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനപ്രയാസങ്ങൾക്കുള്ള മരുന്നിതാ. വഹുദൻ, നിങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള വഴികാട്ടി ഇതാ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ഇതാ വന്നിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഖുർആൻ? അല്ലമൽ ഖുർആൻ. അത് നമ്മളുടേതാക്കി നമ്മൾ അതിന്റെ അനുയായികളായി മാറി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളിൽ പ്രഥമ സ്ഥാനത്ത് വരുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. പരലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്തിന്റെ പിൻബലത്തിലാണ്? വിശുദ്ധ ഖുർആനിന്റെ പിൻബലത്തിലാണ്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയാണ് അല്ലേ? കുടുംബ ബന്ധങ്ങളെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് യാ വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസുൽ ഹകീം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. നമുക്കറിയുന്ന സൂറത്ത് ജുമുഅയുടെ 2-3 വചനങ്ങൾ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും, മതപരമായ വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ നിന്ന്
ഒരാളെ അവർക്കിടയിലേക്ക് പ്രവാചകനായി നിയോഗിച്ചവനാകുന്നു അള്ളാഹു. എന്തിനാണ്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കാൻ. ആദ്യത്തെ പണി എന്താണ്? ഓതി കേൾപ്പിക്കലാണ്. ഓതി കേൾപ്പിച്ചിട്ട് എന്ത് ചെയ്യും? വയുസക്കീഹിം, അവരെ നന്നാക്കിയെടുക്കും. ഖുർആന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് ആളുകളെ സംസ്കരിച്ചത് എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറുകളുടെ സ്വഭാവം എന്തായിരുന്നു? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയും, കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, നബി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും, എന്നിട്ട് ആളുകൾക്ക് ബോധവൽക്കരണം നടത്തും, ആളുകളെ ബോധവൽക്കരിക്കും. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ഖുർആൻ ഓതിയാൽ തന്നെ ആളുകൾക്ക് എന്തുണ്ടാകും? തസ്കിയത്തുണ്ടാകും. അതിനുമപ്പുറം വയുഅല്ലിമുഹുൽ കിതാബ, ആ വേദഗ്രന്ഥത്തിന്റെ വിശദാംശങ്ങളും അതിന്റെ കർമ്മവിധികളും അതിന്റെ സ്വഭാവ സംസ്കൃതികളും പാടില്ലായ്മകളും നിർബന്ധമായ കാര്യങ്ങളും എല്ലാം വയുഅല്ലിമുഹുൽ കിതാബ, വിശുദ്ധ വേദഗ്രന്ഥം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒന്ന് ഓതുക, ഓതി കേൾക്കുക. രണ്ട്, ഓതി കേൾക്കുന്നതിലൂടെ മാത്രമുണ്ടാകുന്ന ഒരു ഇസ്സത്ത്, തസ്കിയത്ത്, അതെവിടെ കാണാൻ കഴിയും? നമ്മുടെ വല്യമ്മ വല്യപ്പന്മാരിൽ കാണാൻ കഴിയും. അവരുടെ കാലത്ത് ഖുർആൻ ക്ലാസ്സുകളില്ല, അവരുടെ കാലത്ത് ഖുർആൻ പരിഭാഷകളില്ല, അവരുടെ കാലത്ത് നട്ടപ്പാതിര വയലുകളിൽ ഖുർആൻ ആയത്തുകൾ ഓതുന്ന പരിപാടിയുമില്ല. ഉണ്ടായിരുന്നു അവിടെയാക? ഉണ്ടായിരുന്നു സർ? ഉണ്ടായിരുന്നില്ല? പ്രായമായ ആൾക്കാരോട് ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് അവർ ഖുർആൻ വെച്ചിട്ടില്ല, താഴേക്ക് വെച്ചിട്ടില്ല, അല്ലേ? അവരത് നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നാട്ടിലുള്ള അക്കാലത്തുള്ള ഒരു വിധത്തിലുള്ള ദുസ്വഭാവങ്ങളിലും അവരുണ്ടായിരുന്നില്ല. ഉറപ്പല്ലേ? അവർ കൃത്യമായ മതബോധമുള്ളവരായിരുന്നു, നമ്മെക്കാൾ അള്ളാഹുവെ പേടിച്ചിരുന്നവരായിരുന്നു. അതവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഖുർആൻ ഓതുന്നതിലൂടെ ലഭ്യമാകുന്ന അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്ത് പഠിച്ചതിലൂടെയല്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുനാ സാദതുഹും ഈമാനൻ. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് വിറയലുണ്ടാകും അവർക്ക്. ഖുർആന്റെ വചനങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് അവർക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കുന്നതിനനുസരിച്ചല്ല. കേട്ടാൽ പോലും മനുഷ്യനെ നന്മയിലേക്കുള്ള ആവേശം ജ്വലിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥം. അപ്പോഴത് പഠിപ്പിക്കുന്നതിലൂടെയോ, അല്ലേ? നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ജാഹിലുകൾ എന്ന് പേരിട്ടത് അവർക്ക് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ചോളി. അവരിൽ മഹാകവികൾ ഉണ്ടായിരുന്നില്ലേ? സാഹിത്യകാരന്മാരുണ്ടായിരുന്നില്ലേ? മഹാപ്രഭാഷകരുണ്ടായിരുന്നു. ഖുസ്ബുൽ സായിദത്തുൽ അയാദിയെ പോലുള്ള മഹാപ്രഭാഷകന്മാർ, സെയ്ദ് ഇബ്നു അംറിനെ പോലുള്ള ഉഗ്രപ്രതാപികളായ പ്രഭാഷകന്മാരുണ്ടായിരുന്നു അവിടെ. ഇമ്രുൽ ഖൈസ് മുതൽ മഹാന്മാരായ അതിപ്രശസ്തരായ ഇന്നും ലോകം ആദരവോടുകൂടെ മാത്രം കാണുന്ന സാഹിത്യ പടുക്കളായിരുന്ന ഇമ്രുൽ ഖൈസ് ഉൾപ്പെടെയുള്ളവർ ജീവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1 നൂറ്റാണ്ട് മുമ്പാണ്. അപ്പൊ അവിടെ എന്തില്ലായ്മയില്ല? എഴുത്തും വായനയും അറിയാത്തവരായിരുന്നില്ല മക്കക്കാർ. അവരിൽ നല്ലൊരു പങ്കിന് എഴുത്തും വായനയും അറിയാമായിരുന്നു. അവരുടെ ജഹാലത്ത് ഇന്നമൽ ജഹാലത്ത് ഫി അംറിൽ ഇലാഹിന, ഇന്നമാ ജഹാലത്തു ഫി അംറിൽ ഇലാഹി, അള്ളാഹുവെ കുറിച്ചുള്ള ദൈവികമായ കാര്യങ്ങളെ കുറിച്ചായിരുന്നു അവർക്ക് അറിവില്ലാതിരുന്നത്. അതറിവില്ലാത്തത് കൊണ്ടാണ് അവർ സർവ്വവിധ തമ്മാടിത്തങ്ങളുടെയും വിളനിലങ്ങളായത്. ബോധ്യപ്പെടൂല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോടല്ലേ പറഞ്ഞത്, ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, മനുഷ്യരെ ഖുർആൻ അല്ലാത്ത വേറൊന്നും നിങ്ങൾ എഴുതി വെക്കരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞത്? മക്കക്കാരോടാ. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് എഴുതാൻ അറിയാവുന്നത് കൊണ്ടല്ലേ, അല്ലേ? എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അതിപ്പോ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല.
1985 മറ്റോ ആണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്, അല്ലേ? ആ 85 തന്നെ പ്രഖ്യാപിക്കുമ്പോൾ 85% എഴുത്തും വായനയും അറിയാവുന്നവർ. 85% മുകളിലുണ്ടെങ്കിൽ അതിനെ 100% പരിഗണിക്കുക. 985 വരെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ സമ്പൂർണ്ണ സാക്ഷരതയുണ്ടായിരുന്നില്ല. ഉറപ്പല്ലേ? അതുകൊണ്ട് നമ്മൾ ജാഹിലിയ കാലത്തിലാണോ? അല്ല. അപ്പൊ ജഹാലത്തുള്ളത് എവിടെയാണ്? മനുഷ്യന്റെ മനസ്സിലാണ്. വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള വിശ്വാസപരമായ ജഹാലത്ത്, തമ്മാടിത്തങ്ങളുടെ ഒരു വലിയ പട്ടിക ഒന്നിച്ചു പറയാവുന്ന വൃത്തികേടുകളുടെ ജഹാലത്ത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ മറ്റൊരു ജഹാലത്ത്. അങ്ങനെ സത്യധർമാദികൾക്ക്, നന്മക്കും നീതിക്കും യാതൊരു വിലയുമില്ലാതിരുന്ന നാട് എന്ന അർത്ഥത്തിലാണ് അവരെ ജാഹിലുകൾ എന്ന് വിളിച്ചത്. അപ്പൊ നമ്മളെ ഇപ്പൊ എന്ത് വിളിക്കണം? ഇപ്പൊ നമ്മളെ എന്ത് വിളിക്കണം? ആദം അലൈഹിസ്സലാം, ഹവ്വ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നൊരു കൽപ്പന ലംഘിച്ചതിന്റെ പേരിൽ അവരുടെ ഉടുമുണ്ട് പറഞ്ഞു പോകുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ആരാണ്? ഉടുമുണ്ട് പറഞ്ഞു പോകുന്നു. അവർ തൊട്ടപ്പുറത്ത് കൊണ്ട് ഒരു മരത്തിന്റെ പിന്നിലേക്ക് ഓടി ഒളിച്ച് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇല പറിച്ചെടുത്ത് രണ്ടുപേരും തങ്ങളുടെ നഗ്നത മറക്കുന്നു. അത് പുരോഗമനമായിരുന്നുവോ? സമ്പൂർണ്ണ നഗ്നതയിൽ നിന്ന് ഇല കൊണ്ടെങ്കിലും നഗ്നത മറക്കുക എന്നത് പുരോഗതിയല്ലേ? ആണ്. എങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? 5 5.25 മീറ്ററുമുള്ള സാരി ധരിച്ച് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ പക്ക രൂപത്തിൽ നടക്കുന്ന ആളുകൾ. അവരിപ്പോ പറയണെന്താ? അത് പുരോഗതിയാണ് എന്നാണ്, അല്ലേ? വസ്ത്രത്തിന്റെ നീളവും വലുപ്പവും വീതിയും കുറച്ച് കൊണ്ടുവരുന്നതിന്റെ പേരിൽ എന്താണ്? പുരോഗതി എന്നാണ്. ഇക്കോലത്തിൽ ഈ നാട് പോയാൽ ഒരു 50 കൊല്ലം, 10 15 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ പുരോഗതി എന്തായിരിക്കും ആലോചിച്ച് നോക്കാണി. സമ്പൂർണ്ണ നഗ്നതയായിരിക്കും ഇവിടുത്തെ പുരോഗതി. മഹാദല്ല, അല്ലേ? നമ്മൾ ആദം അലൈഹി സ്വലാമിന്റെ കാലത്തേക്ക് അങ്ങോട്ടാണോ, അതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് ഇങ്ങോട്ടാണോ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ നഗ്നത മറക്കുവീൻ എന്ന് ഖുർആൻ, അല്ലേ? സഹോദരിമാരെ, നിങ്ങളുടെ ശരീരം മുഴുവൻ ആകെ മൂടണമെന്ന് ഖുർആൻ. മുഅ്മിനീങ്ങളെ മുട്ടിനും ബുക്കടിനും ഇടയിൽ നിർബന്ധമായും മറഞ്ഞിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നൂറ്റാണ്ട് മുമ്പുള്ള ആ പ്രഖ്യാപനങ്ങൾ വസ്ത്രം ധരിക്കാത്ത ഒരു നാട്ടുകാരോടാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പൊ ഞാൻ വായിച്ചൊരു സംഗതി എന്താ അറിയോ? മഗ്‌രിബിന് മുമ്പ്, പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റൂലെങ്കിലാണ് എഡിറ്റ് ചെയ്തത്. സിനിമാ സംഘടനക്കാരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ സെക്രട്ടറി സ്ഥാനത്തേക്കോ മത്സരിക്കുവാൻ വേണ്ടി ഒരു വനിത നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാൻ വരുന്നത് എന്തായാലും നനീഫാക്ക പർദ്ദയും മഫ്തയും ധരിച്ചിട്ടാ. കഴിച്ചിരുന്നോ? അവരതിന് കാരണം പറഞ്ഞെന്താ അറിയോ? ഈ സദസ്സിൽ നിന്നാണ് ഞാൻ എന്നെ ശാരീരികമായും മാനസികമായും അപമാനിക്കപ്പെട്ടത്. ഇവർക്കിടയിൽ മാനത്തോടെ ജീവിക്കാൻ ഈ വസ്ത്രമാണ് നല്ലത്. ഏത്? പർദ്ദയും മഫ്തയും. ഇന്നാണ് വായിച്ചത്, 1 മണിക്കൂർ മുമ്പ്. നിങ്ങൾ മക്കളോടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. മക്കളോടൊന്നും പരിചയപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കാലത്തിന്റെ പോക്ക് എന്ന്. അപ്പൊ നമ്മൾ പുരോഗതിയിലേക്കല്ല, നമ്മൾ അധോഗതിയിലേക്കാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലമൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ഇപ്പറഞ്ഞ സർവമാന തമ്മാടിത്തങ്ങളും ഉണ്ടായിരുന്ന ആളുകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നന്മയുടെ പ്രയോക്താക്കളായി മാറിയത്. കുടുംബ ബന്ധങ്ങൾ നന്നായത്, മുതിർന്നവർ ആദരിക്കപ്പെട്ടത്, ഇളയവർ ലാളിക്കപ്പെട്ടതും അവർക്ക് ദയയും വാത്സല്യവും കിട്ടിയതും, അല്ലേ? കള്ളുകുടി, തമ്മാടിത്തം പോലുള്ള, പെണ്ണുപിടി പോലുള്ള ചെറുതും വലുതുമായ സകലമാന നീചത്വങ്ങളും ഇല്ലാതെ പോയത്.
അവിടെ പരസ്പര സ്നേഹവും കാരുണ്യവും സാഹോദര്യവും വളർത്തിക്കൊണ്ടുവന്നത്. സർവ്വ തിന്മകളിൽ നിന്നും അത് നടപ്പിൽ വരുത്തിയ ജീവിതത്തിന്റെ ശീലമാക്കിയിരുന്ന ആളുകളെ സർവ്വ നന്മയുടെയും പ്രയോക്താക്കളാക്കി മാറ്റിയ മഹാത്ഭുതം അല്ലേ? അവർക്കിടയിൽ പണ്ടെന്തുണ്ടായിരുന്നു? അടിമ ഉടമ സമ്പ്രദായമുണ്ടായിരുന്നു. അടിമകൾക്ക് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുക്കാതെ അടിമയെ അയാളുടെ വാപ്പയിലേക്കോ ഉമ്മയിലേക്കോ ചേർത്ത് പറയാതെ, അയാളുടെ വീട്ടുപേര് പ്രസക്തമല്ലാത്ത, അയാൾക്ക് കഷ്ടിച്ച് നഗ്നത പറയാനുള്ള വസ്ത്രമല്ലാതെ യാതൊന്നും ഉടുക്കാൻ അനുവാദമില്ലാതിരുന്ന, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അടിമ സ്ത്രീകൾ വ്യഭിചരിച്ചാൽ, സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുന്നതിന്റെ പകുതി ശിക്ഷയെ അവർക്ക് നൽകാവൂ എന്ന്. കാലം ഏതാണ് നോക്കണി. കാരണം സ്വന്തമായ വ്യക്തിത്വത്തിന് പോലും അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അവർ നിർബന്ധിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ആ നിർബന്ധിച്ചവര് കിട്ടുന്ന ശിക്ഷ ഇവർക്ക് കൊടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്ന ഒരു കാലത്താണ് ജാഹിലിയ്യത്തുള്ളത് അല്ലേ? അവർക്കിടയിൽ നിന്ന്, ആ പാവപ്പെട്ട അടിമകൾക്കിടയിൽ നിന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക താല്പര്യപ്രകാരം, നിർദ്ദേശപ്രകാരം പരിശുദ്ധ കഅബയുടെ മുകളിലേക്ക് കയറ്റപ്പെടുന്നു അല്ലേ? കയറാൻ കൈവച്ചു കൊടുത്തത്, ഏണിപ്പടിയായി കൈവച്ചു കൊടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളായിരുന്നു എന്ന് ചരിത്രം. ആരെയാണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ. അവിടെ മഹാകോടീശ്വരന്മാരും ഉന്നത കുലജാതരും പണ്ഡിതന്മാരും പണക്കാരും ഇല്ലാഞ്ഞിട്ടല്ല, ആ മഹാത്ഭുതത്തിന്റെ മാറ്റത്തിന്റെ പ്രചോദകമായത് എന്താണ്? വിശുദ്ധ ഖുർആനാണ് അല്ലേ? സ്വത്തിന് അവകാശമില്ലാത്ത വാപ്പയിൽ നിന്ന് യാതൊന്നിനും അവകാശമില്ലാതിരുന്ന ഒരു സമൂഹം ഇഷ്ടം പോലെ വിൽക്കാനും വാങ്ങാനും ആളുകൾക്ക് വേഴ്ച നടത്താനും ഒരു ഉപകരണം മാത്രമാക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹം, അവരിൽ ഒരാളുടെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ പ്രതി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മതം അതേതാണ്? ഇസ്ലാം. ഹഫ്സ റളിയല്ലാഹു അൻഹുവാണ് അത് സൂക്ഷിച്ചു വെച്ച ആദ്യത്തെ മഹദി. 3 ഖലീഫമാർക്ക് ശേഷം, 2 ഖലീഫമാർക്ക് ശേഷം അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ഹഫ്സ ബീവിയുടെ കയ്യിലായിരുന്നു അല്ലേ? അവർ ലോകത്തിന്റെ മനുഷ്യരുടെ മുഴുവൻ ആദരവിലേക്ക് ഉയരുന്നു. ബാപ്പക്ക് കിട്ടുന്നതിന് 3 ഇരട്ടി പരിഗണനയും ആദരവും സ്നേഹവും ബഹുമാനവും ഉമ്മക്ക് കിട്ടണമെന്ന് പഠിപ്പിക്കപ്പെടുന്നു. പണ്ടത്തെ ഉമ്മയാരാണ്? ഇപ്പോഴത്തെ ഉമ്മയാരാണ്? അല്ലമൽ ഖുർആൻ, അല്ലമൽ ഖുർആൻ അല്ലേ? ഇളയവര് സ്നേഹിക്കാത്തവനും അവരോട് വാത്സല്യം കാണിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച മതമേതാണ്? മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ ലൈസ മിന്ന, നമ്മുടെ കൂട്ടത്തിൽപ്പെടാൻ യോഗ്യനല്ല. ആര്? മല്ലം യർഹം സഗീറന, ഇളയവരോട് കരുണ കാണിക്കാത്തവനും വലം യുവക്കിർ കബീറന, നമ്മളിലെ മൂത്തയാളുകളെ മുതിർന്നയാളുകളെ ആദരിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ടാവും അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റിയത്? ഇന്ന് കണ്ടില്ല നിങ്ങള്? റോട്ടിലൂടെ ഓടുന്ന ഒരു ബസ്, നിറയെ ആളുകളുമായി പോകുന്ന ഒരു ബസ്, അതിനെ തടഞ്ഞു നിർത്തുന്നത്, തൊട്ട് മുമ്പിൽ കൊണ്ടുപോയി സഡൻ ബ്രേക്ക് ചെയ്തിട്ട് നിർത്തുന്നത് ഒരു ചെറുപ്പക്കാരന്റെ മോട്ടോർ സൈക്കിൾ. ആളുകൾ എല്ലാവരും കൂടി അവരിട്ട് പെരുമാറാൻ വന്നപ്പോൾ ഒരു കൂസലമില്ലാതെ നിൽക്കുന്നവൻ, വണ്ടിയിലുള്ള സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർ വണ്ടി പെട്ട സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ മുന്നിലേക്ക് തെറിച്ച് മേൽക്കുമേലെ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നൊക്കെതാണ് ന്യൂസ്. മിക്കവാറും ആ പേരൊരു മുസൽമാന്റെ പേരായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. പേര് ഏതായാലും വന്നില്ല. അല്ലമൽ ഖുർആൻ. ഖുർആൻ നിരത്തുന്ന കുടുംബ ബന്ധങ്ങൾ നിങ്ങൾക്ക് അറിയോ? എവിടെയാണ് ഖുർആനിന്റെ ശ്രദ്ധ എത്തി നിൽക്കുന്നത് എന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സൂറത്ത് ത്വലാഖ് നിങ്ങൾ എടുക്കുക. സൂറത്ത് ത്വലാഖ്,
സൂറത്ത് ത്വലാഖിന്റെ 2-ാമത്തെ പേജിൽ ഒരു അത്ഭുതകരമായ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വെക്കും. എവിടെയാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന്. സംഗതി എന്താണെന്നറിയോ? സൂറത്ത് ത്വലാഖിന്റെ 559-ാമത്തെ പേജിൽ 6-ാമത്തെ 7-ാമത്തെ ആയത്ത് നിങ്ങൾ ഇക്കോളിട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നു. ഇനി ഒരിക്കലും യോജിച്ചു പോവില്ല എന്ന് അവർക്ക് ഉറപ്പാവുന്നു. അവർ ത്വലാഖ് ചൊല്ലപ്പെടുന്നു. യാദൃശ്ചികമായി അപ്പോൾ ആ സ്ത്രീ ഗർഭിണിയാണ്. ഗർഭാവസ്ഥയിൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഗർഭം തെളിയിക്കപ്പെടുന്നത്, സ്ഥിരപ്പെടുന്നത്, ഉറപ്പാക്കപ്പെടുന്നത്. ഇന്നത്തെ കാലമായാലും പാഡ് വെച്ച് നോക്കണ പണിയൊന്നും ഇല്ലല്ലോ. ആ പെൺകുട്ടി ഉമ്മ അല്ലെങ്കിൽ ആ ഭാര്യ 10 മാസവും തികഞ്ഞ് പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ ഇനി ആര് നോക്കും? ഏത് മതസംഹിതയിലാണ് ഇനി ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു നിയമമുള്ളത്? ആ ഉമ്മയുടെ കാര്യത്തിൽ ഒരു നിയമമുള്ളത് ലോകത്ത് ഏത് മതസംഹിതയിലാണ്? വാപ്പന്റെ കയ്യിലല്ല കുട്ടിയുള്ളത്. ആരുടെ കയ്യിലാണ്? ഉമ്മാന്റെ കയ്യിലാണ്. കുട്ടിയുടെ പ്രായം എന്താ? ജനിച്ചു വീണിട്ടേ ഉള്ളൂ. ഉമ്മാന്റെ വീട്ടുകാരെ മനസ്സെന്താ? അത് ആരാന്റെ കുട്ടിയാന്നാ. കാലം ഇതല്ല, 14 നൂറ്റാണ്ട് മുമ്പാണ് അല്ലേ? ചുരുക്കത്തിൽ ആ കുട്ടി വാപ്പയുടെ കയ്യിലുമല്ല, ഉമ്മയുടെ വീട്ടുകാരിൽ നിന്ന് ഒരു പരിഗണനയും അതിന് കിട്ടുകയുമില്ല. ഇസ്ലാം ഇടപെടുന്നു നോക്കിക്കോളിട്ടോ. അസ്കിനൂഹുന്ന മിൻ ഹൈദു സകൻതും മിൻ വുജ്ദികും. നിങ്ങൾ ത്വലാഖ് ചൊല്ലിയ നിങ്ങളുടെ ഭാര്യമാരെ 3 ത്വലാഖാവാൻ ആവശ്യമുള്ള 6 മാസക്കാലവും വിശദീകരിക്കലപ്പോഴാണ് കേട്ടോ. 3 ത്വലാഖ് ചൊല്ലുന്നതിനിടയിൽ 6 മാസത്തെ കാലമുണ്ടാകും. 1, 2, 3 മുത്തലാഖ് എന്ന് പറയുന്ന പരിപാടി എവിടെയല്ല? ഇസ്ലാമിൻ്റെതല്ല. കാരണം ത്വലാഖ് ചൊല്ലപ്പെടാൻ സാധ്യതയുള്ളത് നമ്മളുടെ പെൺമക്കൾ കൂടിയാണെന്ന് വാപ്പാര് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പെങ്ങന്മാർ കൂടിയാണെന്ന് എൻ്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ കൂട്ടുനിന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഈ കൊലച്ചടി ചെയ്താൽ നിങ്ങളുടെ പെങ്ങന്മാരും നാളെ വന്നേക്കാം, നിങ്ങളുടെ ഉമ്മമാർ നാളെ അനാഥകളായേക്കാം. അത് വേറൊരു മേഖലയാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്കിനൂഹുന്ന മിൻ ഹൈതു സകൻതും മിൻ വുജ്ദികും. എവിടെയാണോ ആ ഭാര്യ നിങ്ങൾ ത്വലാഖ് ചൊല്ലുന്നത് വരെ താമസിച്ചിരുന്നത്, ആരാണോ അവളെ സംരക്ഷിച്ചിരുന്നത്? നിങ്ങളല്ലേ, നിങ്ങളുടെ വീട്ടിലല്ലേ, അത് അവരുടെ കൂടി വീടല്ലേ. ആ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെടാൻ പാടില്ല. മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും. അവർക്ക് നിങ്ങൾ തന്നെ ചെലവ് കൊടുക്കുകയും സംരക്ഷിക്കുകയും വേണം. വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖൂ അലൈഹിന്ന. എങ്ങനെയും ഈ പണ്ടാരക്കാലത്തിലൊന്ന് പുകച്ച് പുറത്തു കാടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇടങ്ങേറാക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ്, ഏതാ ഇത് ദീന് നോക്കാൻ നിങ്ങൾ. തലാക്ക് ചൊല്ലി 3 തലാക്കല്ല, 1 തലാക്ക് ഇനി അടുത്തത് ചൊല്ലണമെങ്കിൽ 3 മാസം കഴിയണം. ഈ 3 മാസക്കാലം എവിടെ പാർക്കണം? ഭാര്യയും ഭർത്താവും ഒറ്റപ്പെരയിൽ പാർക്കണം. എങ്ങനെയും ഇവിടെ പുകച്ച് പുറത്തിയാടിച്ച് നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ക്രൂരത കാണിക്കാൻ പാടില്ല. ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനോടാണ് ഈ പറയണത്. ഇപ്പൊ നമ്മളെ കൂടെയുള്ള നമ്മളെ ഭാര്യമാരെ കുറിച്ചല്ല, സമുദായം ഇവിടെ എത്തി നിൽക്കണമെന്ന് അറിയാനാ. എന്നിട്ടുള്ള പറയണമെന്നറിയ വൈകുന്നൗലാത്തുഹംലിൻ. ത്വലാഖ് ചൊല്ലപ്പെട്ടതിന് ശേഷം അവർ ഗർഭിണികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പ്രസവിക്കുന്നത് വരെ അവരുടെ ഗർഭകാലത്തെ മുഴുവൻ ചെലവുകളും നിങ്ങൾ വഹിക്കണം. ആര്? ഭർത്തൃവീട്ടുകാർ, ഭർത്താവ് വഹിക്കണം. ഫൈൻ അർളഅനലക്കും. പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ അഡ്രസ് നിങ്ങളുടേതാണ് അല്ലേ? അവളുടേതോ അവളുടെ വീട്ടുകാരുടേതോ അല്ല. അവൾക്കിനി ആ കുഞ്ഞിനെ മുലയൂട്ടാനുള്ള ബാധ്യതയുമില്ല. സുബ്ഹാനല്ലാഹ്. ഫഇൻ അർളഅന ലക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടി അവൾ മുലയൂട്ടാൻ തയ്യാറായാൽ മുലയൂട്ടൽ കാലത്തേക്കുള്ള ചെലവും കൂടി നിങ്ങൾ കൊടുക്കണം. ആര്?
ഫഇൻ അർദഅന ലക്കും ഫആതൂഹുന്ന ഉജൂറഹുന്ന, അതിനവർക്ക് ശമ്പളം കൊടുക്കണം. വഅ്തബിറൂ ബൈനകും ബിമഅറൂഫ്, വേണമോ വേണ്ടയോ എന്ന്, എത്ര കൊടുക്കാം എത്ര വാങ്ങാമെന്ന് രണ്ടു കൂട്ടരും മാന്യമായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. ധാര വിഷയത്തിലാ ഈ പറന്നു വേണ കുഞ്ഞിന്റെ സംരക്ഷണത്തിനായി നിയമം അല്ലേ? ഞങ്ങളോടത്ത് എല്ലാം നടന്നിട്ട് ഉമ്മാന്റെ വരക്കാർ ഒഴിവാക്കാൻ പാടില്ല. അത് ഓളോടല്ലേ, വേണമെങ്കിൽ ഓള് നോയിക്കോട്ടെ എന്ന് ബാപ്പാന്റെ വരക്കാർക്കും ചെയ്യാൻ പാടില്ല. ഇത്ര വിശദമായി ഒരു ചോരക്കുഞ്ഞിന്റെ വിഷയത്തിൽ ആയത്തുകൾ അവതരിപ്പിച്ച ഒരു മതം, ആ മതത്തെക്കുറിച്ച് ഒരു അഭിമാനബോധമില്ലാത്തവരാവുക മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. വഇൻ തനാസർത്തും, നിങ്ങളെ മക്കളാണ്, നിങ്ങളെ കുട്ടിയാണ്, വേണമെങ്കിൽ കൊടുത്തോളെ, എനിക്ക് ഒഴിവില്ല എന്നാ പെണ്ണ് പറഞ്ഞാൽ ഓള് മോശക്കാരത്തിയാണെന്നല്ല. കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റൂല പറഞ്ഞാൽ ഓളെ നമ്മള് ഏതാ ഇവള് എന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. വൈൻ തനാസർത്തും ആ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയെ ശമ്പളത്തിന് വെച്ച് നിങ്ങൾ മുലയൂട്ടണം. ആരുടെ ഭാഗത്താ? കഴിവുള്ളവർ അവരുടെ കഴിവിനനുസരിച്ചു കൊടുക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖുഹു ഫൽയുൻഫിഖ മിമ്മാ ആതാഹുല്ലാഹ്, കഷ്ടപ്പാടുള്ളവൻ അവന്റെ കഴിവിനനുസരിച്ച് ചെയ്യട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, ഒരാൾക്കും കൊടുത്തതിനപ്പുറമുള്ള ഒരു നിർബന്ധമായ നിയമങ്ങൾ അല്ലാഹു അടിച്ചേൽപ്പിക്കുകയില്ല. ഖദ് ജഅലല്ലാഹു ബഅദ ഉസ്രി യുസ്റാ, ഏതൊരു പ്രയാസത്തിനും അപ്പുറത്തൊരു സൗകര്യം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നോട് വായിച്ചാണ് അർ റഹ്മാൻ. അപ്പൊ ഇതിനർത്ഥം മാറിയില്ലേ? അർ റഹ്മാൻ, ഇതാണ് അല്ലാഹു, ഇതാണ് അല്ലാഹു. അല്ലമൽ ഖുർആൻ, ബോധ്യപ്പെടുന്നില്ലേ? അങ്ങനെ ഓരോ നിയമങ്ങളിലേക്ക് നിങ്ങൾ പോവുക, ഓരോ നിയമങ്ങളിലേക്ക്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ആവശ്യപ്പെടാന്ന് പറഞ്ഞ് എനിക്കിപ്പോ എന്റെ മക്കളെ കൊണ്ടൊരാവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പക്ഷെ നിന്ന നിപ്പ് രണ്ട് ചുമച്ചാൽ പിന്നീട് എനിക്ക് നിൽക്കാൻ വയ്ക്കൂല. പിന്നെ എന്റെ താങ്ങാരാണ്? ആരെയാണോ ഞാൻ താങ്ങിയെടുത്ത് വളർത്തിയത് അവൻ എന്റെ താങ്ങാവണം. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനല്ലേ? വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നീ ജീവിച്ചിരിക്കുമ്പോൾ അവർ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് ഒരു കിബർ വന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? കിബർ വന്നാലല്ല, കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരല്ല. കിബർ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യം, അവശത എന്നർത്ഥം. അവർക്ക് രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ ഒരു അവശത വന്നാൽ എന്ത് വേണം? എന്ത് വേണം? അപ്പ അവരെ മാനം കെടുത്തിരുന്ന ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അപ്പ അവരെ വിഷമിപ്പിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ആവശ്യമില്ല, അപ്പൊ അമ്മത്തെ മക്കളെ ആവശ്യമില്ല. പക്ഷേ മക്കൾക്ക് നമ്മൾ കൂടാതെ കഴിയാത്ത ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളെ വരുമാനം, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ശ്രദ്ധ, നമ്മളെ വിരൽ തുമ്പ് ഇല്ലാതെ അവർക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ബാക്കി എന്താ നിങ്ങൾക്കറിയാം? മരിച്ചോടത്ത് ഓതുമ്പോഴത്തെ സുഹൃത്താണ് ആയുസ് ഞാൻ ആർക്കെങ്കിലും നീട്ടിക്കൊടുത്താൽ അവരവരുടെ കുട്ടിക്കാലത്തെ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു പോകല്ലേ? ഉണ്ട്. അക്കാലത്താണ് നിങ്ങൾക്ക് മക്കളെ കൊണ്ട് ആവശ്യം, അക്കാലത്താണ് മക്കളെ വാപ്പാർക്കും ഉമ്മാർക്കും നിങ്ങൾ ആവശ്യം എന്നവർ. അപ്പൊ ദുർബലരോടൊപ്പമാണ് ഇസ്ലാം. സമ്പന്നർക്കും ആരോഗ്യമുള്ളവർക്കും പ്രതിഫലം വെച്ചത് ദരിദ്രരിലൂടെയും അവശത അനുഭവിക്കുന്നവരിലൂടെയുമാണ് അല്ലേ? ഇത് പഠിപ്പിച്ച വേറൊരു മതങ്ങളെന്ന് വെച്ചാണ്, ഇത് പഠിപ്പിച്ച ഒരു ഗ്രന്ഥങ്ങളൊന്നും പഠിപ്പിച്ച വേറെ ഒന്നും കാണിച്ചെന്നാണ്. എവിടെയെങ്കിലും ലോകത്ത് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോന്ന്?
ഇല്ല. നല്ല കുടുംബജീവനം നയിക്കാനുള്ള നിയമങ്ങൾ എവിടെയാണുള്ളത്? നല്ല അയൽപ്പക്ക ബന്ധം പാലിക്കാനുള്ള നിയമങ്ങൾ എവിടെയാണുള്ളത്? നല്ല സാമൂഹ്യ സേവകനാവാനുള്ള നിർദ്ദേശങ്ങൾ എവിടെയാണുള്ളത്? പരിശുദ്ധ ഇസ്ലാമിൽ മാത്രമാണതുള്ളത്, വിശുദ്ധ ഖുർആനിൽ മാത്രമാണതുള്ളത്. അതിൻ്റെ അനുയായികളാവാൻ സാധിച്ചു എന്നതാണ് അള്ളാഹു നൽകുന്ന മഹത്തായ നിഅമത്ത്. അല്ലെ? അതിസമ്പന്നനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പത്ത് കൂട്ടിവെക്കാൻ ഷെഡുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഗോഡൌൺ. എന്തിന്? കച്ചവട സാധനങ്ങൾ കൂട്ടിവെക്കാനല്ല, അതിന് വിറ്റ് കിട്ടുന്ന പൈസ കൂട്ടിവെക്കാൻ ഗോഡൌണുകൾ ഉണ്ടായിരുന്നു. ഒരു നോമ്പ് തുറക്ക് വൈകുന്നേരത്ത് നോമ്പ് തുറക്കാൻ, വൈകുന്നേരത്ത് നോമ്പ് തുറക്കാൻ തന്നെ അല്ലാത്ത നോമ്പ് തുറക്കണ്ടോ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ, സംസാരത്തിന് വരുന്നത് ശരിയാ. നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിൽ കയറി ചെന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിഭവ സമൃദ്ധമായ തീന്മേശ കണ്ട് നിലവിളിച്ചു. ഭാര്യക്ക് അത്ഭുതമായി. ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എൻ്റെ പൊന്നുമോളെ, എൻ്റെ പണ്ട് 2 കൂട്ടുകാരായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. അവൻ മരിച്ചപ്പോ കഫം പുടവക്ക് പോലും വകുപ്പുണ്ടായിരുന്നില്ല. അറിയാലോ നോക്കില്ലേ? ഒരു തുണിയാണ്ടായിരുന്നത്. അവളുടെ തല മറക്കാൻ വിചാരിച്ചാൽ കാല് വൃത്തിയാടും, എന്നാ കാല് മൂടാന്ന് വിചാരിച്ചാൽ തല വൃത്തിയാടും. പുല്ല് വെച്ചിട്ടാണ് അവസാനം കെട്ടിയത് കാല്. എൻ്റെ കൂട്ടുകാരനായിരുന്നു ഹംസ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കൂട്ടുകാരനായിരുന്നു, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. പഠിച്ചോനെ, അവരൊക്കെ സഹിച്ച ദുനിയാവിലെ കഷ്ടപ്പാടിന്റെ പ്രതിഫലം അല്ലാഹു പരലോകത്താണ് അവർക്ക് കൊടുത്തത്. എനിക്കിത് ഇവിടെ തന്നെ തന്നു തീർക്കുമോ എന്നുള്ള ബേജാറ് കൊണ്ട് നിലവിളിച്ചതാൻ. അവർക്കൊന്നും മര്യാദക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നില്ല. എനിക്കിത് ഇവിടെ തന്നെ തീരുമോ എന്നുള്ള ബേജാറ് കൊണ്ട് കരഞ്ഞതാണ്. അതിലേക്കൊരു മനുഷ്യന്റെ മനസ്സെത്തിക്കുന്ന മതം ഇസ്ലാം അല്ലേ? പഴകിയ കീറിപ്പറഞ്ഞ് തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി ചെല്ലും ജമാഅത്തുകൾക്ക്. പലവട്ടം ഇത് കണ്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വിളിച്ച് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇതെന്താടോ? എല്ലേ നബിയെ, ഇങ്ങനത്തെ തുണിയും കുപ്പായുള്ളൂ വീട്ടിൽ, ഞാൻ മലപ്പുറത്തേക്ക് ഇറങ്ങി വരാം, നിനക്ക് നല്ല തുണിയും കുപ്പായൊന്നുമില്ലേ? ഉണ്ടല്ലോ നബിയെ. നിനക്ക് സമ്പത്തില്ലേ? ഉണ്ടല്ലോ നബി. എന്തെല്ലാം മുതലിന്? എല്ലോ മുതലും. എത്ര ഉണ്ട്? എനിക്കറിയില്ല, അത് അല്ലാഹു മാത്രമേ അറിയുള്ളൂ. എന്നിട്ടെന്താ ഇത്? എന്നിട്ടെന്താണിത്? അദ്ദേഹത്തിന് മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂലേ, നേരത്തിന് വില കൂടിയ കുപ്പായ ഇടാൻ ഇല്ലായിട്ടല്ല, കഴിയാഞ്ഞിട്ടല്ല, വില കൂടിയ സുഗന്ധം ധരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ പാവപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടല്ലോ, അവർക്കത് കണ്ടിട്ടൊരു സങ്കടം വന്നാലോ എന്ന് ബേജാറായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഇടാത്ത. അവരിടുന്നത് പോലത്തെ, അവരെ പോലത്തെ വസ്ത്രം ഞാൻ ധരിക്കണത് അവർക്ക് എൻ്റെ വസ്ത്രം കണ്ടിട്ട് സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടേക്കൊരു അതിസമ്പന്നന്റെ മനസ്സിനെ വിനയപ്പെടുത്തിയ മതത്തിന്റെ പേരെന്താ? അല്ലേ? അത് പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താ? അല്ലമൽ ഖുർആൻ. അതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും, ഭംഗിയറിയാം, മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവനാവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളത്, ഏറ്റവും ഉത്തമനായവൻ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവനാണ്. ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ എന്നതിനർത്ഥമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, ഈ സമുദായത്തിലെ ഏറ്റവും മികച്ചവനായി വിലയിരുത്തുന്നത് ഖുർആൻ പഠിക്കുന്നുണ്ടോ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് അറിയും, എല്ലാ നന്മകളുടെയും മാതാവാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ തിന്മകളുടെയും കഠിന ശത്രുപക്ഷത്ത് ഏറ്റവും നേതൃനിരയിലുള്ളതും വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എതിർക്കപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിനെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കാമോ അതിനൊക്കെ ഇതിന്റെ ശത്രുക്കൾ കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലേക്ക് ജനം മാറിയാൽ ഇവിടെ ദുനിയാമോഹികളായ പലരുടെയും ആഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാകും. നേർക്ക് നേരെയുള്ള ഒരു ആദർശ വെല്ലുവിളിക്ക് ധൈര്യവുമില്ല അവർക്ക്.
അതിന് പകരമുണ്ടാക്കുന്ന ചതിക്കുഴികളിൽ നമ്മൾ വീണു പോകരുത്. അല്ലമൽ ഖുർആൻ അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ആലിമൻ, നീ ഒരു ഖുർആൻ പണ്ഡിതനാവാൻ നോക്ക്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നവരുടെ കൂടെ കൂട്. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്. ഔ മുതജാലിസൻ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന സദസ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ നോക്ക്. വലാത്തക്കുൻ ഖാമിസ, ഇതല്ലാതെ മുസ്ലിമേ അഞ്ചാമത്തെ ഒരിടത്ത് നീ ഉണ്ടാവരുത്. അഞ്ചാമത്തെ ഒരിടത്ത് നീ ഉണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അബൂ ഹനീഫ തന്റെ കൂട്ടുകാരോട്, ശിഷ്യന്മാരോട് നിരന്തരമായി ഉപദേശിച്ച സംഗതി ഇതാ. 30 പാവപ്പെട്ട കുടുംബങ്ങളെ അദ്ദേഹം ദത്തെടുത്തിരുന്നു എന്നാണ്. 30 കുടുംബങ്ങളെ. ആ കുടുംബത്തിന് ആവശ്യമായ വീട്, ഭക്ഷണം, വസ്ത്രം, അവർക്കുള്ള ജീവിതായോധന മാർഗങ്ങൾ, അവിടുത്തെ മക്കളെ കെട്ടിക്കൽ, മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൽ ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നത് എന്തിനാണെന്നറിയോ? ആ പാവപ്പെട്ട കുടുംബങ്ങളിലെ ആൺമക്കളെ ഖുർആൻ പഠിപ്പിക്കുവാൻ അദ്ദേഹം തന്റെ ദർസിൽ ചേർത്തിരുന്നതാണ്. അവർ ഖുർആൻ പഠിച്ച് മതപണ്ഡിതന്മാരാകാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ അവരുടെ കുടുംബങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ ആണ് ആ കുടുംബങ്ങളെ അദ്ദേഹം ദത്തെടുത്തത്. മഹാസമ്പന്നനായിരുന്നു അദ്ദേഹം. കൂഫ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വസ്ത്രവ്യാപാരിയും കയറ്റുമതിക്കാരനുമായിരുന്നു അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഖുർആൻ ആണ് നമ്മുടെ രക്ഷ. ഖുർആനാണ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധയുള്ളവരാവുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിനോട് ഇത് ചേർത്ത് വെച്ചുകൂടെ? അർ-റഹ്മാൻ, അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നത്. മറ്റൊന്ന് ഖലഖൽ ഇൻസാൻ, അവനാകുന്നു മനുഷ്യരെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ആരും പറയാതെ തന്നെ അറിയാം. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണും വെള്ളവും അടിസ്ഥാന ഘടകങ്ങളാക്കിയും, മനുഷ്യനല്ലാത്ത ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത് തീജ്വാലകൾ കൊണ്ടും, മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതേയില്ല. പക്ഷെ മനുഷ്യൻ എന്ന ജീവിക്കുള്ളൊരു പ്രത്യേകത എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കി വെക്കണമല്ലോ. നമുക്കറിയാം, തൻ്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും തൻ്റെ മരണശേഷവും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അനുകൂലമായും ഉപദ്രവമായും ഉപകാരമായും അവനിവിടെ ചെയ്തു വെക്കാൻ കഴിയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കുടുംബത്തിന്റെ മാനം കെടുത്താൻ കഴിയും. കാലങ്ങളോളം ആ അപമാനം ആ കുടുംബത്തിന്റെ പേരിൽ നിലനിൽക്കാനുള്ള കാരണക്കാരൻ ഇയാളുടെ ഒരു വാക്കായിരിക്കും. ഒരു കുടുംബത്തെ, ഒരു നാടിനെ മൊത്തത്തിൽ, അയൽപ്പക്കക്കാരെ മൊത്തത്തിൽ സങ്കടത്തിലാക്കാൻ അവന് കഴിയും. അതേ സമയത്ത് നാട്ടിൽ സർവമാന നന്മകൾ നടപ്പാക്കാനും പിൽക്കാലക്കാർക്ക് മാതൃകയായി ഓർമ്മിക്കപ്പെടാനും കഴിയുന്നവനും മനുഷ്യൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും കഴിയുക എന്നതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന കാന ലഹു അജ്റുഹു വ അജ്റു മൻ ഫഅലഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ നുജൂരിഹിം ശൈഅൻ. ഒരു നല്ല കാര്യം
ഒരാൾ നടപ്പിൽ വരുത്തിയാൽ ആ നല്ല കാര്യം അയാളെ കണ്ടും കേട്ടും ആരൊക്കെ ചെയ്യുന്നുവോ, എത്ര കാലം ചെയ്യുന്നുവോ, അതിൻ്റെ കൂലി ആ ചെയ്യുന്നവർക്ക് കിട്ടുന്ന അതേപോലത്തെ കൂലി അതിന് തുടക്കം കുറിച്ചയാൾക്കും കിട്ടും. മക്കളെ നിസ്കാരം പഠിപ്പിച്ചു. നല്ലൊരു ഉദാഹരണം പറയും ഞാൻ. മക്കളെ നിസ്കാരം പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു. അതിനപ്പുറം മക്കളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ നമസ്കാരം ആ മക്കൾ എത്ര കാലം നിലനിർത്തുന്നുവോ, അവരവരുടെ മക്കൾ പേരമക്കളിലൂടെ അത് എത്ര പേർക്ക് പഠിപ്പിച്ചുവോ, എത്ര തലമുറ ആ നമസ്കാരം നമ്മൾ പഠിപ്പിച്ചതിൻ്റെ പിന്തുടർച്ചയായി നിലനിൽക്കുന്നുവോ, അത്രയും കാലം അവർ നമസ്കരിച്ചതിൻ്റെ എല്ലാം കൂലി അവർക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ ഖബറിലേക്കും കിട്ടിക്കൊണ്ടിരിക്കും. അല്ലേ? വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഒരു ചീത്ത കാര്യമാണ് പഠിപ്പിച്ചത് എങ്കിൽ കാന ലഹു വിസ്റുഹു, ആ പഠിപ്പിച്ചതിന്റെ കുറ്റം അയാൾ ഏൽക്കേണ്ടി വരും, ശിക്ഷ. വവിസ്റു മൻ ഫഅലഹു, ആരൊക്കെ അത് ആവർത്തിച്ചുവോ അതിന്റെ ഒക്കെ ശിക്ഷ അവർക്കും കിട്ടും, പഠിപ്പിച്ച ഇയാളും അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ? ആദമിന്റെ മൂത്ത മകൻ കാബീലിന് ദുനിയാവിലുണ്ടാകുന്ന എല്ലാ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ശിക്ഷ മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കും. ലിഅന്നഹു, കാരണം അവ്വലു മൻ സന്നൽ ഖതൽ, അവനാണ് ലോകത്ത് ആദ്യത്തെ അക്രമം തുടങ്ങി വെച്ചത്, കൊലപാതകത്തിന് തുടക്കം കുറിച്ചത്. പ്രിയപ്പെട്ടവർ, ബേജാറാവേണ്ട ഒരു സംഗതിയാണ് അല്ലേ? ഒരു ടി വി വെച്ചു, അതിനൊരു കണക്ഷനും കൊടുത്ത്, എന്നിട്ട് നമ്മൾ തന്നെ മക്കളോടൊപ്പം വേറെ കുട്ടികളോടൊപ്പം ഉമ്മാനോടൊപ്പം ഭാര്യയോടൊപ്പം ഒക്കെ ഇരുന്നിട്ട് മരുമക്കളോടൊപ്പം ഇരുന്ന് സിനിമ കണ്ട് സീരിയല് കണ്ട് നമ്മൾ നിസ്കരിക്കുന്നവർ പോലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മരിച്ച് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഖിയാമത്തുണ്ടായി, നമ്മളെ വിചാരണ നേരിടാൻ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ നമ്മൾ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന ടിവിയുടെ മുമ്പിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതായി അവിടെ ഉണ്ടാകും. അള്ളാഹു ഇത് ഞാൻ ചെയ്തതല്ലോ, ഞാൻ അതിന്റെ 1000 കൊല്ലം മുമ്പ് മരിച്ചതാണല്ലോ എന്ന് നിലവിളിക്കും. അപ്പൊ അള്ളാഹു പറയാം, ആണ്ടോക്ക ഈ പഠിപ്പിച്ച് വിട്ട മക്കളുടെ ബാക്കിയാണ് ആ ഇരിക്കണത്, ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ഈയാണെന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ വേണോ? ഇത് നിർത്തിക്കൂടെ? നമ്മുടെ കുടുംബത്തെ എങ്കിലും നമ്മളുടെ കൂടെ കൂട്ടാനുള്ള ബാധ്യത നമുക്കില്ലേ? അവരുടെ ദുനിയാവ് മാത്രം നന്നാക്കിയെടുക്കുകയും അവരുടെ പരലോകം കഷ്ടത്തിലാക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് ഞാൻ പറയും. അതെന്നെ പറ്റിയല്ല മിസ്കാത്തിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എല്ലാവരും അങ്ങനെ എന്നെ തിരുത്തുന്നവരാകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഖലഖൽ ഇൻസാൻ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. ഓതാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാഞ്ഞിട്ടല്ലോ. വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ നാം ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ വനക്തുബു മാ ഖദ്ദമു, പണ്ട് നിങ്ങൾ ചെയ്തതും നാം നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വആസാറഹും, ആ ചെയ്തതിന്റെ പ്രതിഫലനവും നിങ്ങളുടെ പേരിൽ ഞാൻ അവിടെ എഴുതി വെക്കും. ആ ചെയ്തതിന്റെ പ്രതിഫലനവും നിങ്ങളുടെ പേരിൽ ഞാൻ എഴുതി വെക്കും. അപ്പൊ നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ എന്താ ഉണ്ടാവേണ്ടത്? ഒരു കിണർ ഒഴിച്ച ഒരാളെന്ന് ചോദിച്ചോളി. ഒരു കിണർ ഒഴിച്ച ഒരാൾ, നമ്മൾ മരിച്ചു പോയിട്ട് കാലങ്ങളോളം ആളുകൾ വെള്ളം കുടിച്ചു. കൂലി ആർക്കുള്ളതാണ്? നമുക്കുള്ളതാ. ഒരു മരം വെച്ചു ഒരാൾ, ഒരു പഴം, ഒരു മാവ് നട്ടു, നിറയെ മാങ്ങണ്ടായി. നമ്മളെ കുട്ടികൾ തിന്ന്
അയലോക്കക്കാർ മക്കൾ വന്ന് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ആങ്ങൾ അവരെ കല്ലെടുത്തെറിയാൻ പോണ്ട, നമ്മളും അങ്ങനെ നാട്ടുകാരെ മൂച്ചുമ്പോ കുറെ കല്ലെടുത്തെറിഞ്ഞവരാന്നുള്ളൊരു ഓർമ്മ ഉണ്ടായാൽ മതി അല്ലേ. അയലോക്കക്കാരന്റെ മക്കൾ കല്ലെടുത്തെറിഞ്ഞ് വഴി കൂടി പോണോ കല്ലെടുത്തെറിഞ്ഞ് തോട്ടിയിട്ട് അതോട്ടും പൊടിച്ച് തിന്ന്, പട്ടി തിന്ന്, പൂച്ച തിന്ന്, പശു തിന്ന്, രാത്രിയിൽ വന്ന് കള്ളന്മാര് തേങ്ങട്ടുകൊണ്ടുപോയി വെച്ചത് നമ്മളാ. പക്ഷെ നമ്മക്ക് കിട്ടണ്ട അതിന്റെ കൂലിയാണ്. എവിടേക്കാണ്? നമ്മൾ മരിച്ച് കബറിലാണ്. ഇപ്പോഴും ഈ വെച്ച മാവിന്റെ കൂലി എമെന്ന് തിന്നണ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കാം അല്ലേ. മനുഷ്യർക്ക് അവർ മരണപ്പെട്ടാലും ബാക്കിയാവുന്ന 3 കാര്യങ്ങളുണ്ട് എന്നാണ്. ഇന്നൽ ഇൻസാന ഇദാ മാത ഇൻഖതഅ മിൻ അമലിഹി ഇല്ലാ മിൻ തലാസ്. 3 കാര്യങ്ങളല്ലാത്തതെല്ലാം. അതിലൊന്നെന്താണ്? വലതും സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക. വസദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന നന്മകൾ ചെയ്യാൻ കഴിയുക. വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് നേടുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുക. ഖലഖൽ ഇൻസാൻ, അപ്പോഴാണ് നമ്മൾ ആരാവുക? മനുഷ്യനാവുക. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞല്ലോ, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഇൻ വമിൻഹും മൻ യംശി അലാ ബത്നിഹി. അള്ളാഹു വെള്ളം അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് വർഗം പടപ്പുകളെ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 കാലിൽ നടക്കുന്നതുണ്ട്, 4 കാലിൽ നടക്കുന്നതുണ്ട്, വയറുമ്മ കുത്തി എഴഞ്ഞു നടക്കുന്നതുണ്ട്. അങ്ങനെ കുറെ എണ്ണുണ്ട്. ആ കൂട്ടത്തിൽ ഒരു 2 മൃഗമായി നമ്മൾ അവസാനിക്കാതിരിക്കട്ടെ അല്ലേ. നമ്മൾ അവസാനിക്കാതിരിക്കട്ടെ. അള്ളാഹു ലോകത്തെ നന്നാക്കുവാൻ നിയോഗിച്ചത് മനുഷ്യരെയാണ് അല്ലേ. സർവ്വതമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുത്തതും മനുഷ്യരാണ്. ഖലഖൽ ഇൻസാൻ. അടുത്തത് അള്ളാഹു പറയാ അല്ലമഹുൽ ബയാൻ, തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ, താൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളെ, ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്നും ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ട് എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു പഠിപ്പിക്കുവാൻ ഫലിപ്പിക്കുവാനുള്ള ശേഷിയുള്ള ജീവിയും മനുഷ്യനാകുന്നു അല്ലേ. അത് പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരു പട്ടിക്കോ പൂച്ചക്കോ തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, പറഞ്ഞു ഫലിപ്പിക്കാനും കഴിയില്ല. മനുഷ്യരെ പിഴപ്പിക്കാൻ കഴിയാർക്ക? മനുഷ്യർക്കാം. നന്നാക്കാൻ കഴിയാർക്ക? മനുഷ്യർക്കാം. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, വസായ ലുക്മാൻ എന്ന മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാം നൽകുന്ന ഉപദേശങ്ങൾ. അതിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു, ഒരു ആശാരിപ്പണിയെടുക്കുന്ന അടുക്കള ജോലി ചെയ്യുന്ന ഒരു അടിമയായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ലുക്മാൻ അലൈഹിസ്സലാം അല്ല, ലുക്മാൻ റളിയല്ലാഹു അൻഹു ഒരു അതിസമ്പന്നനായ ആളുടെ വീട്ടിലെ ജോലിക്കാരനാണ്. അയാളുടെ വീട്ടിലെ ആശാരിപ്പണിയും അദ്ദേഹമാണ്, ഫർണിച്ചർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കളക്കാരനും അദ്ദേഹം ഈ പേര് ലുക്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ എല്ലാം. എന്നാൽ മഹാവിജ്ഞാനിയുമാണ്. ഒരു ഉദാഹരണം അറിവെന്താ അറിയോ? അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് അടുക്കള പണിയെടുക്കണതും പരയിലെ പണിയെടുക്കണതും പറമ്പിലെ പണിയെടുക്കണതും ഒരു മോശാന്ന് വിചാരിക്കല്ലേ എന്ന് കൂടെ ഇതിൽ അർത്ഥം. അതൊക്കെ അറിവുള്ള ആൾക്കാർ ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലുക്മാൻ, നാളെ നമ്മുടെ വീട്ടില് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വരും, നമുക്ക് അയാളൊന്ന് സൽക്കരിക്കണം, ഏറ്റവും നല്ല വിധത്തിൽ സൽക്കരിക്കണം. ഇത് നമ്മൾ ആട്ടുകൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുട്ടനാടിനെ പിടിച്ചിട്ട് ഇത് ഏറ്റവും നല്ലൊരു അവയവം എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി അയാളൊന്ന് സൽക്കരിക്കണം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പിറ്റേ ദിവസം ഒരു മുട്ടനാടിനെ പിടിച്ച് ഇതിന്റെ നാവ് എടുത്ത് പൊരിച്ച് ഫ്രൈ ആക്കി. എന്നിട്ട് മൊലാളിയും വിരുന്നുകാരനും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ വിശിഷ്ട ഭക്ഷണമായി നാവ് പൊരിച്ചത് കൊണ്ടുപോകും. ഇത് കണ്ടപ്പോൾ തന്നെ ജഡ്ജിയാണെന്നൊരു കിതാബുണ്ട്. ജഡ്ജിക്ക് ഓക്കാനം വന്നു, മൊലാളിക്ക് ഓക്കാനം വന്നു. എന്താണ് സാധനം? നാവാണേ. അപ്പൊ ഏതായാലും രണ്ടാളും അത് കഴിച്ചില്ല. മുതലാളി ഇങ്ങനെ ദേഷ്യം കൊണ്ട് പറിച്ച് വിരുന്നുകാരൻ പോയപ്പോ ഈ മുതുകിലൊരു കൂനുണ്ടായിരുന്നു, ലുക്മാൻ റളിയല്ലാഹു അൻഹു എടുത്തങ്ങോട്ട് തൂക്കിയിട്ട് അങ്ങോട്ട് വിറപ്പിക്കാൻ തുടങ്ങി.
എന്താ ഇജ്ജ് വിചാരിച്ചത്? അങ്ങനെയല്ല ഇങ്ങനെയല്ല, എന്നോട് നല്ല സാധനം ഉണ്ടാക്കാൻ പറഞ്ഞ് ഇടിച്ചു കൊടുത്ത് ഇതല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യജമാനനെ, നാവിനോളം നല്ലത് എന്താണുള്ളത്? നാവിനോളം നല്ലത് എന്താണുള്ളത്? ലോകത്ത് നല്ല എല്ലാ നന്മകളും പ്രവാചകന്മാർ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നാവ് കൊണ്ടാണ്. സത്യമില്ലതാണ് അല്ലേ? നാവ് കൊണ്ടാണ്. ആ വിശദീകരണം ഉടമസ്ഥന് തൃപ്തിയായി. മാസങ്ങൾ കഴിഞ്ഞ് ഇതേ ചങ്ങാതി ഉടമസ്ഥൻ പറഞ്ഞു, നാളെ ഒരാള് വരോടോ, ഞാൻ ഒരുപാട് കാലായി ഒഴിവാക്കാൻ നോക്കിയിട്ട് ഷെറാണ്, അയാളെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാൻ ഒരു മാർഗമല്ല, ഒന്ന് സൽക്കരിക്കല്ലാതെ അയാൾ പിന്നിട്ട്. ഇത് നമ്മൾ ആട്ടുകൂട്ടത്തിൽ നിന്ന് ഒരു മോശപ്പെട്ട ആടിനെ പിടിച്ചിട്ട് അതിന്റെ ഏറ്റവും വൃത്തിയായിട്ടൊരു സാധനം എടുത്തിട്ട് കൂട്ടാൻ നോക്കണം. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. പിറ്റേ ദിവസം വെച്ചത് ഇതേ നാവാണ്. മുതലാളി പിടിച്ചാൽ കിട്ടുമോ? ലോകത്തെ ഏറ്റവും നല്ല അവയവം എന്ന് പറഞ്ഞിട്ട് അപ്പൊ മറ്റേ ജഡ്ജിക്ക് കൊടുത്ത ആ സാധനം തന്നെയാണ് ഇപ്പൊ ഇയാൾ കൊടുക്കണത്. അപ്പൊ ഒച്ചപ്പുടിണ്ടാക്കിയപ്പോ ലുക്കോമൻ പറഞ്ഞെന്താ അറിയോ? യജമാനരെ, ഇത്രയും വൃത്തിയായിട്ടൊരു സാധനം വേറെന്താണ്? ലോകത്ത് സർവ്വ വിത്തനയും പ്രസാദം ഉണ്ടാക്കിയത് ഈ നാവല്ലേ? മനുഷ്യരെ തൗഹീദിൽ അകത്തിയതും എല്ലാ തമ്മാടിത്തരങ്ങളും വിളമ്പുന്നതും എല്ലാ വൃത്തികേടുകളും ഒളിച്ചു പറയുന്നതും നാവുകൊണ്ടല്ലേ? അപ്പോ താങ്കൾ പണ്ട് പറഞ്ഞത് എന്താണ്? യജമാനരെ, അതും ഇതിന്റെ ഗുണാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കുന്നു. അതാണ് മുഅ്മിനീങ്ങളോട് അല്ലമഹുൽ ബയാൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കണ്ണിക്കണ്ട രാഷ്ട്രീയക്കാരന് വേണ്ടിയും തമ്മാടിത്തത്തിന് വേണ്ടിയും പക്ഷപാതിത്വത്തിന് വേണ്ടിയും അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനും നിരക്കാത്തത്, കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ ഉപയോഗിക്കുന്ന പര്യാപ്തമായത്, അയൽപ്പക്ക ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത്, ആളുകൾക്ക് അവരുടെ പദവിയും ബഹുമാനവും അർഹിക്കുന്നത് കൊടുക്കാതിരിക്കുന്ന വാക്കോ പ്രവൃത്തിയോ നേരിയ ചിന്തയോ സമീപനമോ മുസൽമാനിൽ നിന്നുണ്ടായിക്കൂടാ. ഇങ്ങോട്ട് നമ്മളോട് എങ്ങനെ പെരുമാറുന്നവരാണെങ്കിലും അതിന്റെ ഉത്തരം പറയേണ്ടത് അവരാണ്, നമ്മളല്ല. നമ്മൾ റബ്ബിനോട് ഉത്തരം പറയേണ്ടത് നമ്മൾ അവരോട് അങ്ങോട്ട് പെരുമാറിയതിന്റെ ഉത്തരമാണ്. ആ ഉത്തരം നന്നായിരിക്കണമെങ്കിൽ രണ്ട് പല്ലുകൾക്കിടയിലുള്ള ആ സാധനത്തെ ഒതുക്കി വെക്കാമെന്ന് എനിക്ക് ആരെങ്കിലും ഉറപ്പ് തന്നാൽ അദ്മനുലഹുൽ ജന്ന, പകരം അയാൾക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ബയാനിന് പറ്റുന്ന വിശദീകരണങ്ങൾക്ക് പറ്റും. എന്താണ് റോട്ടും പക്കത്ത് ചായപ്പീടിയിലൊക്കെ രാഷ്ട്രീയക്കാരന് വേണ്ടി രാഷ്ട്രീയ നേതാക്കളുടെ തമ്മാടിത്തരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന കസർത്തുകൾ നോക്കാണ്. സുബൈ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് നേരെ ചായക്കടയിൽ കയറിയിട്ട് ഈ അലക്കലാണ് അലക്കുന്നത് അല്ലേ? ഞാനിപ്പോ നിസ്കരിച്ചാ പറഞ്ഞത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാനിപ്പോ അവിടുന്ന് പറഞ്ഞിട്ട് പോന്നിട്ടേ ഉള്ളൂ എന്നൊരു ബോധം ഈ സമുദായത്തിന് വേണ്ടേ? ഈ സമുദായം മറ്റുള്ളവരെ പോലെയാകാമോ? ഇല്ലല്ലോ. എന്തിനേക്കാൾ വലുത്? കുടുംബത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, രാഷ്ട്രീയത്തെക്കാൾ നമുക്ക് വലുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകമാണെന്ന ചിന്തയുണ്ടാവണം. അത് നന്മയുടെ പക്ഷത്ത് മാത്രമാണ് പരലോകം നന്മയായി നിലനിൽക്കുക എന്ന് തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.